കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ഷാജയിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പിടിയിലായ ഭർത്താവ് സതീഷ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. തിരുവനന്തപുരം വലിയതുറ പോലീസ് സതീഷിനെ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു. അലക്സ് മുഹമ്മദ് ആണ് വാർത്തകൾ. അലക്സ്, ഇയാൾക്ക് മുൻകൂർ ജാമ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ അഭിഭാഷകൻ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു. അപ്പൊ അതിലെ കൺഫ്യൂഷൻ എന്താണ്? അതിൽ വ്യക്തത എങ്ങനെയാണ് അലക്സ്? ഹാഷ്മി, രാവിലെ 4 മണിയോടുകൂടെയാണ് സതീഷ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നത്, ഷാർജയിൽ നിന്ന് എത്തുന്നത്. അപ്പോൾ തന്നെ ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതിനാൽ എമിഗ്രേഷൻ സതീഷിനെ തടഞ്ഞു വെക്കുകയും വലിയതുറ പോലീസിന് കൈമാറുകയും ചെയ്തു. വലിയതുറ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു സതീഷ് ഈ സമയം വരെ ഉണ്ടായിരുന്നു. അല്പം മുമ്പാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, അതായത് അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം വലിയതുറ സ്റ്റേഷനിലേക്ക് എത്തി സതീഷിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ വലിയതുറ പോലീസ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന പോലീസിന് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാനാകുമെന്നുള്ളതാണ് കുഴയ്ക്കുന്ന കാര്യം. കാരണം ഈ വിഷയത്തിൽ അതുല്യയുടെ കൊലപാതകമാണെന്ന് അതുല്യയുടെ മാതാവ് ചവറ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിന്മേൽ പോലീസ് കൊലക്കുറ്റം, സ്ത്രീപീഡനം, അതുപോലെ മറ്റു ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ് ഇനി ഉയർന്ന ചോദ്യം. കാരണം 2 ദിവസം മുമ്പ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊല്ലം ജില്ലാ കോടതി സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ആ മുൻകൂർ ജാമ്യത്തിലെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ അത് ഇങ്ങനെയാണ്. കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതിന് നിലവിലെ തെളിവുകൾ ഇല്ല എന്ന് കോടതി ഈ ജാമ്യ ഉത്തരവിൽ വിലയിരുത്തുന്നുണ്ട്. എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നെങ്കിൽ ദുബായ് പോലീസ് തന്നെ സതീഷിനെ അറസ്റ്റ് ചെയ്തതിന് നടപടികൾ സ്വീകരിച്ചേനെ. ദുബായ് പോലീസ് സതീഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന് ഈ ഇടക്കാല ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുല്യയുടെ തൂങ്ങിയ മരണമാണെന്നാണ് കോൺസുലേറ്റ് നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് വ്യക്തമാക്കുന്നത്. അതായത് മറ്റൊരു രാജ്യത്ത് നടന്നൊരു വിഷയമാണ്. ആ രാജ്യത്തെ സർക്കാർ നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട കൊലപാതകമല്ല, അതൊരു ആത്മഹത്യ മാത്രമാണെന്ന റിപ്പോർട്ടാണ് നൽകിയതെന്നാണ് കോടതി പരിഗണിച്ചിരിക്കുന്ന വിഷയം. ഈ സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ഘട്ടത്തിൽ സതീഷിനെതിരെ പുറത്തുവന്ന ഫോട്ടോ, അതുപോലെ വീഡിയോ ദൃശ്യങ്ങൾ, മറ്റു ശാസ്ത്രീയ തെളിവുകളൊക്കെ ഡിജിറ്റൽ തെളിവുകളൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണ പുരോഗതി ഉണ്ടാകുന്നതുവരെ ഇടക്കാല ജാമ്യം തുടരും എന്നാണ് അതിലെ വ്യവസ്ഥ. ഇടക്കാല മുൻകൂർ ജാമ്യം വന്ന് 10 ദിവസത്തിനകം അന്വേഷണ പുരോഗതി അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുപ്രധാനമായ വിവരങ്ങളാണ് ഇടക്കാല ജാമ്യ ഉത്തരവിലുള്ളത്. ഇതിൽ സതീഷിനെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ എങ്ങനെ ഇനി സംസ്ഥാന പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തുമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇതിൽ അടുത്ത ഡെവലപ്മെന്റ് ഉണ്ടായാൽ മാത്രമേ ഈ നിലവിൽ സതീഷിന് നൽകിയിരിക്കുന്ന ഇടക്കാല മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്ത് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. നിലവിൽ വലിയതുറ പോലീസ് ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അവർ കൊല്ലത്തേക്ക് എത്തിച്ച് സതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഈ മുൻകൂർ ജാമ്യപ്രകാരം വിട്ടയക്കാനുള്ള, അതായത് മെഡിക്കൽ കൂടി പൂർത്തിയാക്കി ഈ മുൻകൂർ ജാമ്യപ്രകാരം വിട്ടയക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്താണെങ്കിലും കോടതിയെ സമീപിക്കുമെന്ന് അതുല്യയുടെ മാതാപിതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മുൻകൂർ ജാമ്യത്തിനെതിരെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.